ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ തോമസ് ഏട്ടനോട് കള്ളങ്ങളും സങ്കടങ്ങളും എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് സുധീഷ് ലാസ്റ്റ് ജോലി ഒപ്പിച്ചെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരിക്കുന്നു പറഞ്ഞിട്ട് അവൻ പോവാണ്. തോമസ് ഏട്ടനാണെങ്കിൽ തിരിച്ചൊന്നും പറയാൻ പോലും ഒരു സമയം കൊടുക്കാണ്ട് അവൻ ബൈ പറഞ്ഞു പോയി. പിന്നീട് കാണിക്കുന്നത് കടയിൽ പോയിട്ട് വരുന്ന നിധിയെയും നികേഷിനെയും ആണ്. അപ്പോൾ നിധി നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഡിഗ്രി കഴിഞ്ഞിട്ട് നിന്റെ പ്ലാൻ എന്താ? എന്റെ പ്ലാന് ജോലിക്ക് പോകണമെന്നാണ്. നികേഷ് അത് പറഞ്ഞപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഈ ബികോം ഒക്കെ പഠിച്ചിട്ട് നിനക്ക് എന്ത് ജോലി കിട്ടാനാ? അപ്പോൾ നികേഷ് പറയാണ്, കടയിൽ ബില്ല് എഴുതാനിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അക്കൗണ്ടിന്റെ സ്റ്റാഫായിട്ട് പോവേണ്ടി വരും. അപ്പോൾ സുധീഷ് പറഞ്ഞല്ലോ നിനക്ക് ഫോറിനിൽ പോകാനാണ് താല്പര്യം. ചേച്ചിക്ക് എന്താ വട്ടുണ്ടോ? സുധീഷ് ഏട്ടൻ അപ്പോൾ തള്ളിമറിച്ച കൂട്ടത്തിൽ എന്നെയും തള്ളിമറിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ വീടിന്റെ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഫോറിനിൽ പോയി പഠിക്കാൻ പറ്റുമെന്ന്? സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും തരുന്ന കാശുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് തന്നെ എന്ന് നികേഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് ഒന്നും തരില്ലേ? ഹാ, നല്ല കാര്യമായി. പിന്നീട് നിധി ചോദിക്കുന്നത്, ഹരീഷിന് എന്താ ജോലി? ഏടത്തിയോട് എന്ത് കള്ളാ സുധീഷ് ഏട്ടൻ പറഞ്ഞത്? അതെനിക്ക് ഓർമ്മയില്ലടാ. ആ, മേസ്ത്രീനെ ആർക്കിടെക്ട് ആക്കിയ ആളല്ലേ, അപ്പൊ ഇതും വലിയ കള്ളായിരിക്കും. അപ്പോൾ ഹരീഷ് ഏട്ടന്റെ ജോലി എന്താന്ന് ഞാൻ ചേച്ചിക്ക് കാണിച്ചു തരാം, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ അവർ നേരെ പോകുന്നത് ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്കായിരുന്നു. അപ്പൊ ഹരീഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർ നല്ല സ്വീകരണമായിരുന്നു അവിടുത്തെ വർക്കേഴ്സ് കൊടുത്തത്. അപ്പൊ അവന്റെ ഇടത്തിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര കാര്യമായി. അപ്പോഴേക്കും ഹരീഷ് വന്നു. അവൻ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ ഹരീഷ് എടുത്തി ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ ചേറൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നികേഷ് പറയുന്നുണ്ട്, നമ്മുടെ ഏട്ടന്റെ കള്ളം പൊളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്നൊക്കെ. അങ്ങനെ അവർ കുശലം പറച്ചിലൊക്കെ ആയിട്ട് അവൾ അവിടെ കസരയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ജ്യൂസ് പോയി മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിധിക്കാണെങ്കിൽ ഭയങ്കര ചൂടെടുക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. അപ്പൊ അവളെ ചൂടെടുക്കുന്ന ആക്ഷൻ കണ്ടപ്പോൾ ഹരീഷ് നേരെ പോയിട്ട് ഫാനൊക്കെ ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ജ്യൂസ് വന്നു. അങ്ങനെ അത് കുടിക്കുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നീ എത്ര വർഷമായി ഇവിടെ? ഞാൻ +2 തോറ്റപ്പോൾ വന്നതാണ് എടുത്തി, ഇപ്പൊ കുറച്ച് വർഷങ്ങളായി. അങ്ങനെ കുറെ കുശലങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീടുള്ള സീന് കാണിക്കുന്നത് വീടാണ്. അവിടെ നിധി ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് റൂം തുറന്ന് വരുന്നുണ്ട്. എന്താ നിധി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നല്ല ചൂടല്ലേ, നിനക്ക് ഫാൻ ഇട്ടൂടെ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു AC മേടിക്കണം. നിധി എപ്പോഴും വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കുമല്ലോ. അപ്പൊ അവൾക്ക് പുച്ഛം തോന്നുകയാണ് അവനോട്. അല്ല, നിതീഷിന് എന്തായിരുന്നു പ്ലാൻ? എന്നോട് എന്താ നിങ്ങൾ പറഞ്ഞത്? അതിൽ സുധീഷ് ആകെ പെട്ട രീതിക്ക് നിൽക്കുകയാണ്. സുധീഷിന് സത്യം പറഞ്ഞ എന്താണ് പറഞ്ഞതെന്ന് തന്നെ ഓർമ്മയില്ല. അപ്പൊ അവള് പറയുന്നുണ്ട്, ഓ മറന്നു പോയല്ലേ. സത്യമാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കും, പക്ഷെ കള്ളാണെങ്കിൽ മറന്നു പോകും. നിങ്ങളുടെ നാവിടുത്തെ കള്ളം മാത്രമേ പറയുള്ളല്ലോ. ഒരു കള്ളാണെങ്കിൽ പോട്ടെ, പക്ഷെ ഇത് എത്ര കള്ളാ നിങ്ങൾ പറയുന്നത്? അപ്പൊ സുധീഷ് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എന്തിനാ ഞാൻ എന്റെ ചരിത്രമൊക്കെ പറയുന്നത്? ഈ വീടിന് ഞങ്ങൾ വീടായിട്ട് പോലും കണ്ടിട്ടില്ല. ഞങ്ങൾ ആണുങ്ങൾ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ വെറുതെ എന്റെ വീടിനെ പറ്റിയൊക്കെ നിന്നോട് പറയുന്നത്? നമ്മളിനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച ആൾക്കാരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞത്. അത് കേട്ടപ്പോൾ നിധിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. നിങ്ങൾ എന്തൊരു കള്ളനെ, ഇപ്പൊ പോലും നിങ്ങൾ കള്ളം മാത്രമാണ് പറയുന്നത്. അല്ല, ഈ മേസ്തിരി മെക്കാനിക് എന്നൊക്കെ പറയുന്നതിൽ ഇപ്പൊ എന്താ പ്രശ്നം എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. പക്ഷെ സുധീഷ് അതിനൊക്കെ ഓരോ കള്ളങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനന്ന് അങ്ങനെ കള്ളം പറഞ്ഞോണ്ടല്ലേ നീ രക്ഷപ്പെട്ടത് അയാളെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നീ ആളെ കെട്ടേണ്ടി വരൂലേ? ഓഹോ, അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ കള്ളം പറഞ്ഞതെന്നൊക്കെ നിധി അങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അവന്റെ ഓരോ ന്യായങ്ങൾ വീണ്ടും കേട്ടിട്ട് നിധിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. ഒടുവിൽ അവള് ദേഷ്യം സഹിക്കാനാവാതെ തരണെടുത്തിട്ട് അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട്. അവൾ അടിക്കാൻ വാങ്ങിയപ്പോൾ അവൻ വേഗം മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അവൾ അവൻ അടുത്തേക്ക് വിളിക്കുകയാണ്. പിന്നെ ഇന്നലത്തെ സംഭവമാണ് അവൾ ചോദിക്കുന്നത്. കാരണം ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോൾ അവൻ ആ റൂമിലേക്ക് കിടക്കാൻ വന്നല്ലോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, സാധാരണ ദിവസങ്ങളിൽ അച്ഛന് മൈൻഡ് പോലും ചെയ്യാത്ത ആൾ ഇന്നലെ എന്താ അച്ഛൻ അനുസരിച്ചേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല ഇടയ്ക്കൊക്കെ അച്ഛൻ അനുസരിക്കുന്നതിൽ തെറ്റുണ്ടോ? അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. അല്ല നിധി, ഒരു പകലും രാത്രി നീ എൻ്റെ കൂടെ ആയിരുന്നില്ല, അന്നൊരു നോട്ടം കൊണ്ടുപോലും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ലല്ലോ. ഈ സുധീഷെ അന്തസ്സുള്ളവനാണ്. അല്ല, വീട്ടുകാരെ പറ്റിയൊക്കെ ഞാൻ കള്ളത്തരൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ട് എൻ്റെ ക്യാരക്ടർ മൊത്തം മോശമെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട് നീ സുധീഷ് അവളോട്. സ്വന്തം വീട്ടുകാരെ പറ്റി കള്ളം പറയുന്നവൻ എന്ത് ക്യാരക്ടർ ഉള്ളതെന്ന് നിധി ചോദിക്കുമ്പോൾ അവൻ പറയാണ്, ഒരു പെൺകുട്ടീനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സേഫ് ആക്കി എനിക്ക് ക്യാരക്ടർ ഉണ്ട്, അതാണ് എൻ്റെ ക്യാരക്ടർ. നല്ല പഠിപ്പും ജോലിയും നല്ല ക്യാരക്ടർ, ഇതൊക്കെയാണ് ക്യാരക്ടർ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ ഈ നാക്കുകൊണ്ട് പാവം സുഭാഷ് ഏട്ടനെയും അനിയന്മാരെയും പറ്റിക്കാം, പക്ഷെ എന്നെ പറ്റിക്കാൻ പറ്റില്ല. ജോലിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു, ഇനി അതുപോലെ വേറെ വല്ല കള്ളും നിങ്ങൾ എന്നോട് ആവർത്തിച്ച ഈ നിധി ആരാന്ന് നിങ്ങൾ അറിയുമെന്ന് പറയുമ്പോൾ സുധീഷ് ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. പേടിച്ചൊരു നോട്ടം നിധിനെ നോക്കുന്നുണ്ട്. പറഞ്ഞില്ലെന്ന് വേണ്ടാന്നും കൂടെ അവൾ പറയുമ്പോൾ അവൻ ഒരു ചമ്മലോട് കൂടി ഒരു തലയാട്ടുന്നുണ്ട് പേടിച്ചിട്ട്. പിന്നീട് കാണിക്കുന്നത് ഹാളിൽ ഫോൺ കളിച്ചിരിക്കുന്ന സുധീഷിനെയും നികേഷ് പഠിക്കുന്നതുമാണ് കേട്ടോ കാണിക്കുന്നത്. കൂടെ തന്നെ ഹരീഷും ഉണ്ട്. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. കയ്യിലൊരു പൊതിയുണ്ട്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ തന്നെ ചുറ്റും പരതാണ് കേട്ടോ, ചുമരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് നികേഷിനോട് ചോദിക്കുന്നത്, എന്താടാ? അപ്പം അവൻ പറയുന്നുണ്ട്, അറിയില്ല. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹരീഷ് എല്ലാവരും കൂടെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാസ്കരനാണെങ്കിൽ കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ചുമര് നോക്കിയിട്ട് ഇവിടെ വാസ്തു പോരാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് സുധീഷ് ഇരിക്കുന്ന നേരെയുള്ള ചുമര് നോക്കുകയാണ്. എന്നിട്ട് അവനോട് അവിടെ നിന്ന് മാറിയിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുക, എന്താ അച്ഛൻ ചെയ്യാൻ പോണേ? സുധീഷ് ആണെങ്കിൽ മാറുന്നില്ല. ലാസ്റ്റ് അവനെ ചീത്ത പറഞ്ഞവൻ മാറുന്നുണ്ട്. അങ്ങനെ അവിടെ ആണി അടിച്ചിട്ട് ഫോട്ടോ തൂക്കുകയാണ്. എന്ത് ഫോട്ടോയാണ്? അവരുടെ കല്യാണ ഫോട്ടോ. ഫോട്ടോയിൽ നിധിക്കും സുധീഷിനും ഒപ്പം തന്നെ സുഭാഷും നികേഷും ഹരീഷും ഭാസ്കരനും ഉണ്ട്. അങ്ങനെ അതവിടെ തൂക്കുകയാണ്.
അത് കണ്ടപ്പോൾ തന്നെ ഇവർ ഷോക്കാവുന്നുണ്ട് എല്ലാവരും. എന്താപ്പം പക്ഷെ നികേഷിനും ഹരീഷിനും ഭയങ്കര സന്തോഷം. സുധീഷിനാണെങ്കിൽ നാണത്തിൽ കലർന്നൊരു സന്തോഷം. സുഭാഷ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഈ അച്ഛൻ എന്തിന്റെ കേടാന്നുള്ളൊരു രീതിക്ക് നിൽക്കുകയാണ് അവൻ. ഇതെല്ലാം കണ്ടുകൊണ്ട് അന്തവിട്ട് വരികയാണ് നിധി. അവൾക്കാകെ വിഷമമായി അത് കണ്ടപ്പോൾ. ദേഷ്യമോ സങ്കടം എന്തൊക്കെയോ ഒരു വികാരം. അവളിടയ്ക്ക് സുധീഷിനെ നോക്കുന്നുണ്ട്. അവന്റെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അവൾക്ക് അതിലേറെ ദേഷ്യം വരിക. സുഭാഷ് ഏട്ടനെ അവൾ നോക്കുന്നൊരു ദയനീയതയോടെ. അതിൽ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് അച്ഛനോട്, എന്താ അച്ഛാ അത്, എന്ത് പണി അച്ഛൻ കാണിച്ചത്, എന്താടാ നല്ല ഫോട്ടോ അല്ലേ ഇതെന്ന് അയാൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഫോട്ടോഗ്രാഫറോട് ഞാൻ പറഞ്ഞാണല്ലോ ആൽബം ഒന്നും വേണ്ടാന്ന്. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ആൽബം വേണ്ടാന്ന് പറഞ്ഞോ. ഭാസ്കരനും പറയുന്നുണ്ട്, പിന്നെന്തിനാ ഫോട്ടോഗ്രാഫർ ഇവിടെ വെച്ചത്, ഇതിന്റെ കാശ് ഞാൻ കൊടുത്തോളാം, ബാക്കി ഇനി പുറകെ ഒരുപാട് ഫോട്ടോസ് വരും. അതും പറഞ്ഞിട്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സുഭാഷ് നേരെ പോകും. സുഭാഷിന്റെ വയറ്റിലെ തന്നെ നിധിയും പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നിധിനെയും സുഭാഷിനെയാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞാൻ പേടിച്ച പോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ടല്ലോ, ഇനിയും കാര്യങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോയാൽ ഞാൻ അവരെ ചതിക്കുന്ന പോലെ ആവില്ലേ, ഞാൻ അതാ പറഞ്ഞത് ഞാൻ വേറെ വീട് നോക്കിക്കോളാന്ന്. അവർ സംസാരിക്കുമ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിധി മെല്ലെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹരീഷ് സുഭാഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ അത്, എന്തിനാ ഫോട്ടോ എടുത്ത് തൂക്കിയാലേ, ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. എനിക്കെന്ത് പ്രശ്നം, ഫോട്ടോയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അതല്ല, ചുമരിൽ ഫോട്ടോ തൂക്കുമ്പോൾ ഏട്ടൻ്റെ ദേഷ്യം ഞാൻ കണ്ടു, എന്തിനായിട്ട് അതിൻ്റെ ആവശ്യം, ഇത് സുധീഷ് ഏട്ടനും കൂടെ വീടല്ല. അപ്പോൾ ഫോട്ടോ തൂക്കുന്നതിന് എന്താ പ്രശ്നം. അതല്ല, ആ ഫോട്ടോഗ്രാഫറോട് ആൽബം വേണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു, എന്തിനാണ് അതിന്റെ ആവശ്യം, ഏട്ടൻ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണമല്ലേ ഇത്, പിന്നെ എന്താ ഏട്ടനിപ്പോൾ ഒരു എതിർപ്പ്. അന്ന് ഈ ഫോട്ടോഗ്രാഫർക്ക് പൈസ കൊടുക്കാൻ എത്ര ചിലവായി, അപ്പോൾ അത് അനാവശ്യ ചിലവല്ലേ, എന്നിട്ട് എന്താ ഇപ്പോൾ ആൽബം വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അല്ല ഇപ്പം എല്ലാം പെൺഡ്രൈവിലല്ലേ, ആൽബമൊക്കെ കേടുന്നു പോവില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല സുഭാഷ് ഏട്ടൻ എന്താ പറ്റിയതെന്ന്. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയുന്നവരെ സുധീഷ് ഏട്ടൻ ഒന്നും പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കര ക്രൂരല്ലേ എന്നൊക്കെ ഹരീഷ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഒന്നിനും മറുപടി ഇല്ലാത്ത പോലെ സുഭാഷ് സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലൊക്കെ എന്തൊരു വലിയ സ്ഥാനമാണെന്നറിയോ. ഒരു ഫോട്ടോ പോലും തൂക്കുന്നതിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ നാളെ അപ്പോൾ എന്തൊക്കെ കാണേണ്ടി, വൈകിട്ട് കാണുന്ന സീരിയലിൽ പോലും ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവില്ല. ഇത് ശരിയല്ല സുഭാഷ് ഏട്ടാ, ഇതൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല എന്നും പറഞ്ഞിട്ട് ഹരീഷ് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കേട്ട് ആകെ തരിച്ച് സങ്കടത്തോടെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സുഭാഷ്. ഹരീഷിന്റെ സംസാരത്തിലൂടെ അവൻ ആകെ വിഷമം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സുനന്ദേന്റെ വീടാണ്. സുനന്ദി അവളുടെ അമ്മയും കൂടെ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അമ്മയെ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ അച്ഛൻ എപ്പോഴും അവിടെ കിട്ടുന്നതല്ലേ, അപ്പൊ എന്തിനാ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്, നമുക്ക് അച്ഛന് കിട്ടാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അത് കേട്ടപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, അച്ഛന് വറുത്തരച്ച ചിക്കൻ കറി ഭയങ്കര ഇഷ്ടാ, നാടൻ കോഴിയാണെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടം, അവിടെ നാടൻ കോഴി ഒന്നും കിട്ടില്ലല്ലോ. 3 വർഷമായി അച്ഛൻ പോയിട്ട്, നിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാനാണ് അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, നിന്റെ കല്യാണം കഴിഞ്ഞ അച്ഛനോട് ഞാൻ പോകണ്ടെന്ന് തന്നെ പറയും, പക്ഷെ ആള് പിന്നെ ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അതെന്താ അമ്മേ. അല്ല, കയ്യിലുള്ളതൊക്കെ ചിലവാക്കി പിന്നെ നമുക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് പോയല്ലേ പറ്റൂ, നിന്റെ കല്യാണ ചെലവൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ. അമ്മ പറയുന്നത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അതിന് അധികം ചെലവില്ലാതെ നടത്തിയാൽ പോരെ, അതൊന്നും നീ ആലോചിക്കേണ്ടതൊക്കെ മംഗളായിട്ട് നടക്കുമെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എന്തായാലും ഇപ്രാവശ്യം സർപ്രൈസ് ആയി, അച്ഛൻ അല്ലെങ്കിൽ 6 മാസം മുന്നേ തന്നെ ഡേറ്റ് അറിയിക്കുന്നതല്ല അമ്മേ. എന്നോട് പോലും ഇന്നലെ അച്ഛൻ പറയുന്നത് തന്നെ എന്തോ അത്യാവശ്യ കാര്യത്തിന്. അപ്പോൾ അവൾ ചോദിക്കുന്നത് എന്ത് അത്യാവശ്യം, നീ തന്നെ ചോദിച്ചോ. അപ്പോഴേക്കും പുറത്ത് കാറിന്റെ സൗണ്ട് കേട്ടു. അപ്പോൾ സുനന്ദ എണീറ്റിട്ട് അമ്മേ അച്ഛൻ വന്നെന്ന് പറഞ്ഞിട്ട് അവർ ഓടി പോവാണ്. അങ്ങനെ സുനന്ദേന്റെ അച്ഛൻ കാറിന് ഇറങ്ങുന്നതോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്റെ റിവ്യൂസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.